ഹലോ, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓൺ എക്സാം ഒക്കെ ആണല്ലേ. അപ്പോൾ ഓൺ എക്സാം ഒക്കെ ആയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണേ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ മാക്സിമം ആ വീഡിയോസ് കാണാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഓക്കെ, അധികം ഒന്നും ഞാൻ പറയണില്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കണം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും എന്നാണ് നമ്മുടെ അടുത്ത് ചോദ്യം. സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് കേട്ടാ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് സിമ്പിൾ ആണ് എഴുതണേ, എസ്. ഓക്കെ അല്ലേ? അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? What is the reason for using optical fiber cable in telecommunication? ടെലികമ്മ്യൂണിക്കേഷനിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നതിനാ. നമുക്കറിയാലേ, ഇപ്പൊ മോഡേൺ ടെക്നോളജി ഒക്കെ എന്താണ് ഉപയോഗിക്കണേ? ടെലികമ്മ്യൂണിക്കേഷനിൽ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ഉപയോഗിക്കണേ. അതിന്റെ മെയിൻ കാരണം എന്താ നമ്മുടെ ചോദിച്ചേക്കണം. നമ്മ പഠിച്ചിട്ടുണ്ട് എന്താണ്? തൗസൻഡ്സ് ഓഫ് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ക്യാൻ ബി സെൻഡ് സൈമൾട്ടേനിയസ്ലി ത്രൂ എ സിംഗിൾ കേബിൾ. എന്ന് വെച്ചാൽ എന്താ? ആയിരക്കണക്കിന് ഒപ്റ്റിക്കൽ സിഗ്നൽ ഒരുമിച്ച്, സൈമൾട്ടേനിയസ്ലി ഉദ്ദേശിക്കുന്നത് എന്താ? ഒരുമിച്ച് എന്നാണ് കേട്ടോ. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരുമിച്ച് ഒരൊറ്റ കേബിളിൽ കൂടെ ആയിരക്കണക്കിന് സിഗ്നൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുമിച്ച് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാത്രമാണോ? വിത്തൗട്ട് ലോസിങ് ദെയർ ഇന്റൻസിറ്റി. ആയിരക്കണക്കിന് സിഗ്നൽസ് ഒരുമിച്ച് സെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി എന്താണ്? ലോസ് ആവണില്ല എന്നാണ് പറയണേ. അതാണ് ഒരു കാരണം. ഇനി അടുത്ത കാരണം എന്താ? such signals can be sent to distant places. ഡിസ്റ്റന്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? ദൂരെയുള്ള സ്ഥലങ്ങളാണ് ഉദ്ദേശിക്കണേ. ഓക്കെ, അങ്ങനത്തെ സിഗ്നൽസ് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. എങ്ങനെ? ദൂരെയുള്ള സ്ഥലങ്ങൾക്ക് എത്തിക്കുമ്പോൾ സ്പീഡ് കൂടുതൽ വേണ്ടേ? സ്പീഡ് കൂടുതൽ വേണം. അപ്പൊ അവിടെ ഉള്ള സ്പീഡ് ഏതാ? ലൈറ്റിന്റെ സ്പീഡ് ഉപയോഗിച്ച് നമുക്ക് ദൂരെയുള്ള സ്ഥലങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒപ്റ്റിക്കൽ സിഗ്നൽസ് സെൻഡ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് മെയിൻ കാരണങ്ങൾ കൊണ്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ എവിടെ ഉപയോഗിക്കണേ? telecommunication. Okay, this is the reason for using optical fiber cable in telecommunication. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? The critical angle of glass is 42 degree. Okay, ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഗ്ലാസ് എയർ പെയറിൽ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാ? 42 ഡിഗ്രി ആണ്. ഓക്കെ, ചൂസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ്. ഓക്കെ, നമ്മുടെ അടുത്ത് ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. എന്തിനു വേണ്ടി? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് എപ്പോഴാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആംഗിള് ക്രിട്ടിക്കൽ ആംഗിളിനായിട്ട് വലിയ ആംഗിൾ വേണം. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിളിനായിട്ടും വലിയ ഇൻസിഡൻസ് ആംഗിൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിട്ടിക്കൽ ആംഗിളായിട്ട് വലിയ ആംഗിൾ ആരാ? ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ 42 നമ്മുടെ അടുത്ത് പറഞ്ഞ്. 42 വലുതാണ് ആരാ? ഇവിടെ ആരാ? 49 മാത്രമല്ല അല്ലെ? 40 ചെറുതാണ്, 38 ചെറുതാണ്, 42 ഈക്വൽ ആണ്. ഓക്കെ, 42 ടോട്ടൽ റിഫ്ലക്ഷൻ സംഭവിക്കോ? ഇല്ല, സംഭവിക്കില്ല. എന്താ സംഭവിക്കുക? അവിടെ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ ആരാണ്? 49 ഡിഗ്രി ആണ് ഇൻസിഡൻസ് ആംഗിൾ കേട്ടാ. എന്തിന്റെ? ടോട്ടലിന്റെ റിഫ്ലക്ഷൻ സംഭവിക്കാനുള്ള ഇൻസിഡന്റ് ആംഗിൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് റേ ഡയഗ്രം തന്നിട്ടുണ്ട് അല്ലെ? റേ ഡയഗ്രം ഷോയിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയം എ ആൻഡ് ബി ഈസ് ഗിവൺ. ഓക്കെ, നമുക്ക് റേ ഡയഗ്രം തന്നിട്ടുണ്ട്. അതിൽ രണ്ട് മീഡിയങ്ങൾ ഉണ്ട്. ആരൊക്കെയാണ്? മീഡിയം എയും മീഡിയം ബിയും. ഓക്കെ, എന്നിട്ട് ഒരു ഇൻസിഡന്റ് റേ എവിടെ നിന്ന് എവിടേക്ക് പോവാണ്? മീഡിയം എയിൽ നിന്ന് മീഡിയം ബിയിലോട്ട് പോകണം. ഇതൊക്കെ നമുക്ക് എവിടെ നോക്കിയപ്പോൾ മനസ്സിലായി? ആ ഗ്രാഫ് നോക്കിയപ്പോൾ മനസ്സിലായി. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇൻ വിച്ച് മീഡിയം വിൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലെസ്? എയിലാണോ ബിയിലാണോ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവെന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയാലോ നമുക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു റേ ഡയഗ്രം കിട്ടും. ആദ്യം തന്നെ എന്താ ചെയ്യണ്ടേ? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഇതിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യണം? ഒരു നോർമൽ വരക്കണം. ഓക്കെ, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നോർമൽ വരക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും മീഡിയം എയിൽ നിന്ന് മീഡിയം ബിയിലോട്ട് പോകുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മീഡിയം എയിൽ നിന്ന് മീഡിയം ബിയിലോട്ട് പോകുമ്പോൾ ഈ ഇൻസിഡന്റ് റേ അല്ലെ നോർമലിനോട് ചേർന്നല്ലേ ഡീവിയേറ്റ് ചെയ്യണേ? നോർമലിനോട് ചേർന്നല്ലേ ഡീവിയേറ്റ് ചെയ്യണേ? അപ്പൊ ഈ നോർമലിനോട് ചേർന്ന് ഡീവിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ?
റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ മാത്രമേ അവിടെ എങ്ങനെ ഡീവിയേറ്റ് ചെയ്യുള്ളൂ, നോർമലിനോട് ചേർന്ന് ഡീവിയേറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ടുവേർഡ്സ് നോർമൽ ഡീവിയേഷൻ കാണിക്കേണ്ടത് എപ്പോഴാണ്, റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ. ഓക്കെ അല്ലേ? അത് ഓക്കെ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റയറർ മീഡിയത്തിൽ ഡെൻസർ മീഡിയത്തിലോട്ട് പോകണമെന്നല്ല പറഞ്ഞാൽ, ഇത് റയററും ഇതെന്താ ഡെൻസറും ആണ്. ഓക്കെ, ഇൻ വിച്ച് മീഡിയം വിൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലെസ്, എ ഓർ ബി? അപ്പൊ ഇതിൽ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും? ഓക്കെ, ഡെൻസർ മീഡിയത്തിനായിരിക്കും എന്ത് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ്. അപ്പൊ ആരാ? ബി ട്ടാ. അതെന്താ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാ കൂടുതൽ? ബിക്കാണ്. അതുകൊണ്ട് ഏറ്റവും കുറവ് സ്പീഡ് ഓഫ് ലൈറ്റ് ആർക്ക് തന്നെയാണ്? ബിക്ക് തന്നെയാണ്. ഓക്കെ, ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താ? വിച്ച് വിൽ ബി ദ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ ഏത് മീഡിയം ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? ഓക്കെ, നമുക്കറിയാം ബി ആണ് ഡെൻസർ മീഡിയം. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്ക് തന്നെ ആയിരിക്കും കൂടുതൽ? സ്വാഭാവികമായിട്ടും ബിക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു ഡയഗ്രം തന്നിട്ടുണ്ട്. ആ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കണം. കംപ്ലീറ്റ് ദ ഗിവൻ ഡയഗ്രം. പിന്നെന്താ? മാർക്ക് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. മാർക്ക് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസും റിഫ്രാക്ഷനും. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ എന്ത് ചെയ്യണം? നമ്മ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും മാർക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? തന്നിരിക്കണേൽ ഇവിടെ ഡെൻസർ മീഡിയം ആണോ റയറർ മീഡിയം ആണോ ആദ്യം നോക്കാം. എന്നാലെല്ലാം നമുക്ക് എങ്ങോട്ടാണ് ഡീവിയേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, എങ്ങോട്ടാണ് ഡീവിയേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൽ ആരാണ് റയറർ മീഡിയവും ഡെൻസർ മീഡിയം എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, വാട്ടറും ഗ്ലാസും ഇതിലാരാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ആർക്കാണ്? ഗ്ലാസിനാണ്. അപ്പൊ ഗ്ലാസ് ആയിരിക്കും എന്ത്? ഡെൻസർ മീഡിയം. അപ്പൊ വാട്ടർ എന്തായിരിക്കും? റയറർ മീഡിയം ആയിരിക്കും. ഓക്കെ, ഇനി റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ടാണ് ഇൻസിഡന്റ് റേ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലൈറ്റ് റേ വരുന്നത് എവിടെന്നാ? റയറിൽ നിന്ന് ഡെൻസറിലോട്ട്. അപ്പോൾ റയറിൽ നിന്ന് ഡെൻസറിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? ടുവേർഡ്സ് നോർമലായിരിക്കും ഡീവിയേഷൻ. എങ്ങനെയായിരിക്കും? ടുവേർഡ്സ് ദ നോർമൽ. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ഒരു ലൈറ്റ് റേ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഡീവിയേഷൻ ടുവേർഡ്സ് ദ നോർമലായിരിക്കും. നോർമലിനോട് ചേർന്ന് ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിഫ്രാക്ഷൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് ഇനി ആരൊക്കെ അറിയണം? ഇൻസിഡന്റ് റേ അറിയണം, നോർമൽ അറിയണം, റിഫ്രാക്റ്റഡ് റേ അറിയണം. എന്നാൽ മാത്രമല്ല നമുക്ക് ഇവര് രണ്ടുപേരെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഇതിൽ ഇൻസിഡന്റ് റേ ഏതാന്ന് നോക്കാം. ഏതാണ് ഇൻസിഡന്റ് റേ? നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ഡയഗ്രത്തിലോട്ട് വരണ ലൈറ്റ് ആണ് എന്ത്? ഇൻസിഡന്റ് റേ. അപ്പൊ ഇതാണ് എന്ത്? ഇതല്ലേ വരണത്? ഇതാണ് ഇൻസിഡന്റ് റേ. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് റിഫ്രാക്ട് ചെയ്ത് പോണ റേ ആണ് എന്ത്? റിഫ്രാക്റ്റഡ് റേ. അപ്പൊ ഇതെന്താ? റിഫ്രാക്റ്റഡ് റേ ആണ്. ഇനി നമ്മുടെ സർഫസ് ഓഫ് സെപ്പറേഷൻ ഇല്ലേ? ഇതാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കണ വരെയാണ് എന്ത്? നോർമൽ. അതെന്താ? ഈ വരല്ലേ കുത്തിട്ട് വരെയാണ് നോർമൽ. ഓക്കെ, അപ്പൊ ഈ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോ എന്താണ് ആറാമത്തെ ക്വസ്റ്റ്യൻ? നമുക്ക് തന്നിരിക്കുന്ന ടേബിൾ അനുസരിച്ച് അടിയിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ടേബിൾ എന്താ? നമുക്ക് കുറച്ച് മീഡിയങ്ങളുടെ പേര് തന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ തന്നിക്കണേ ആ മീഡിയങ്ങളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, മീഡിയങ്ങളും അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ആ ടേബിൾ തന്നിക്കണേ. ഓക്കെ, എന്നിട്ട് നമ്മുടെ അടുത്ത് ഒരു ചോദിക്കുകയാണ്, ഇൻ വിച്ച് മീഡിയം ഡസ് ദ ലൈറ്റ് ട്രാവൽ വിത്ത് മാക്സിമം സ്പീഡ്? ഓക്കെ, ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന മീഡിയ ഏതാണെന്ന് ചോദിക്കണേ. ഇതിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കണ ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കണ മീഡിയ ഏതാണ്? ഏതായിരിക്കും? ഞാനൊരു സംഭവം പറഞ്ഞുതരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ആ മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ് കുറയും. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ
സ്പീഡ് ഓഫ് ലൈറ്റ് എന്താ ചെയ്യുക, കുറയാം. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാണ് ഫ്ലിന്റ് ഗ്ലാസിനാണ് അല്ലേ. ഓക്കെ, ഏറ്റവും കുറവ് ആർക്കാണ്, വാട്ടറിനാണ്. ആർക്കാണ്, വാട്ടറിന്. അപ്പൊ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ സ്പീഡ് അല്ലേ. ഞാൻ പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാലോ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവുള്ള ആർക്കാ, വാട്ടറിനല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ആർക്കായിരിക്കും, വാട്ടറിനായിരിക്കും. ഒന്നാമത്തെ ഉത്തരം കിട്ടിയ എന്താണ്, വാട്ടറാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ, വിൽ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഒബ്ലിക്വലി ഫ്രം ഗ്ലിസറിൻ ടു സൺഫ്ലവർ ഓയിൽ. ഓക്കെ, ഒരു റേ ഓഫ് ലൈറ്റ് എന്താണ്, ഒബ്ലിക്വലി എൻറ്ററിങ് ഒബ്ലിക്വലി എന്ന് പറഞ്ഞാൽ എന്താ, ചരിഞ്ഞിട്ട്. എങ്ങനെയാണ് ചരിഞ്ഞ് എൻട്രി ചെയ്യണം, എവിടുന്ന്, ഗ്ലിസറിൻ ടു സൺഫ്ലവർ ഓയിൽ. അത് ഡീവിയേറ്റ് ചെയ്യോ ഇല്ലേ എന്നാണ് ചോദിച്ചേക്കണേ. ഒന്ന് നോക്കിയേ, ഗ്ലിസറിന്ന് സൺഫ്ലവർ ഓയിലോട്ട് എന്ത് ചെയ്യണ്, ഒരു റേ കടന്നു വരണം. എങ്ങനെ, ചെരിഞ്ഞ് കടന്നു വരുമ്പോൾ അത് റിഫ്രാക്ട് ചെയ്യോ ഇല്ല എന്നാണ് ചോദിച്ചേക്കണേ. റിഫ്രാക്ട് ചെയ്യോ ഇല്ല അല്ലേ. കാരണം എന്താണ്, അതിന്റെ കാരണം എന്താ, രണ്ടുപേര് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, സെയിം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യൂല, അത് റിഫ്രാക്ട് ചെയ്യൂല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എത്തനോൾ ഈസ് ലെസ്സർ ദാൻ ദാറ്റ് ഇൻ മെത്തനോൾ. എന്ന് വെച്ചാൽ എന്താ, എത്തനോളിലുള്ള ലൈറ്റിന്റെ സ്പീഡ് കുറവാണ്. എന്തിനേക്കാൾ കുറവാണ്, മെത്തനോളിനേക്കാൾ. ഓക്കെ, അത് മനസ്സിലായ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എത്തനോൾ ഈസ് ലെസ്സർ ദാൻ ദാറ്റ് ഇൻ മെത്തനോൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആർക്കാ, മെത്തനോളിനാണ്. അതല്ലേ പറഞ്ഞത്, മെത്തനോളിനേക്കാൾ കുറവാണ് ആർക്ക്, എത്തനോൾ. ഓക്കെ, അതൊക്കെ. ഇനി വിച്ച് മീഡിയം ഹാസ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിൽ ഏത് മീഡിയത്തിനായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവെന്നാണ് ചോദിച്ചേക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താ ചെയ്യുക, കുറയാ. അപ്പൊ ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുവാണെങ്കിലോ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ആർക്കാ കൂടുതൽ, ഓക്കെ, മെത്തനോളിനാണ് കൂടുതൽ. ആർക്കാണ് കൂടുതൽ, മെത്തനോൾ. ഓക്കെ, അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ ആർക്കാണ്, മെത്തനോളിന്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ് തന്നെ ആർക്കായിരിക്കും, മെത്തനോൾ തന്നെ ആയിരിക്കും. ഓക്കെ, അത് സംഭവം മനസ്സിലായ. ഞാൻ പറഞ്ഞില്ലേ, എന്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. ഓക്കെ, ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാലോ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. അത് ഓക്കെ അല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആർക്കാണ്, മെത്തനോളിനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ, മെത്തനോളിന്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, നമുക്ക് കുറച്ച് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. നമുക്ക് തന്നിരിക്കണേൽ ഏതാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്നാണ് ചോദിച്ചേക്കണേ. ഇതിൽ ഏതാണ് സ്കേലാർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. ആരായിരിക്കും സ്കേലാർ ക്വാണ്ടിറ്റി? ആദ്യം സ്കേലാർ ക്വാണ്ടിറ്റി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിക്കാനുണ്ട്. അതിൽ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കൃത്യമായ അളവ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഉണ്ടാവുള്ളൂ. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാലോ കറക്റ്റ് ആയിട്ടുള്ള അളവും ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ആക്സിലറേഷൻ എന്തൊക്കെയുണ്ട്, ഓക്കെ, ആക്സിലറേഷൻ എന്തൊക്കെയുണ്ട്, അളവും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവൂലേ. വെലോസിറ്റിക്കും അതേ അളവും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. ഇവ രണ്ടുപേരും എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇവിടെ ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഉണ്ടാവും മക്കളെ, ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഉണ്ടാവും ഇല്ല അല്ലേ. അപ്പൊ ഇവിടുത്തെ സ്കേലാർ ക്വാണ്ടിറ്റി ആര് തന്നെയാണ്, ആരെയാണ്, ഡിസ്റ്റൻസ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ ഇല്ലാത്ത ഒരൊറ്റ ക്വാണ്ടിറ്റി ഇവിടെ ആരാണ്, സ്കേലാർ ക്വാണ്ടിറ്റി ആരാ, ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയില്ലേ. സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയും നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. എന്തായാലും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എക്സാമിന്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ ഞാൻ. ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ഒബ്ജക്റ്റ് 40 മീറ്റർ പെർ സെക്കൻഡിൽ എന്ത് ചെയ്യാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇഫ് ഇറ്റ്സ് ഗിവൺ എ ഡീസലറേഷൻ ഓഫ് 8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഡീസലറേഷൻ ആണെന്നൊക്കെ, ആക്സിലറേഷൻ അല്ല, എന്താണെന്നൊക്കെ, ഡീസലറേഷൻ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വെറും 8 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താക്കണം, -8 ആക്കണം. കാരണം എന്താന്നൊക്കെ, ഡീസലറേഷൻ ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാൻ പോണേ. ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു കം ടു
റെസ്റ്റ് എത്ര സമയം എടുക്കും എന്തിന് ആ സാധനം റെസ്റ്റിലോട്ട് വരാൻ വേണ്ടി എത്ര സമയം എടുക്കും എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നോക്കിയാലോ. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 40 ആയിരിക്കും. കാരണം എന്താ? മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 40. നിങ്ങക്ക് ഡൗട്ട് ഉണ്ടാ ഈ സ്പീഡും വെലോസിറ്റിയും സെയിം ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി. സ്പീഡും വെലോസിറ്റി സെയിം ആണോ? അല്ല അല്ലെ, സ്പീഡും വെലോസിറ്റി സെയിം അല്ല. പക്ഷെ ഇവര് സെയിം ആവും എപ്പോ? ഡിസ്പ്ലേസ്മെന്റ് സെയിം ആവുമ്പോൾ, ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും സെയിം ആവുമ്പോൾ. ഇവർ രണ്ടുപേരും എപ്പോഴാണ് സെയിം ആവുക? ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും എന്താവും? സെയിം ആവും. ഓക്കെ, വളഞ്ഞു പോണേന് പകരം നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവർ രണ്ടുപേരും സെയിം ആയിരിക്കും. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ആണ് പറയണം. അപ്പൊ സ്പീഡും വെലോസിറ്റിയും സെയിം ആണ്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 40. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ? റെസ്റ്റിലോട്ട് വരെയാണ്. അപ്പൊ ഫൈനൽ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം 40 തുടങ്ങിയിട്ട് റെസ്റ്റിലോട്ട് വരുമ്പോ എന്തായിരിക്കും? അത് 0 ആയിരിക്കും. അവസാനത്തെ വെലോസിറ്റി അല്ലേ? 40 തുടങ്ങി 40 വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കുന്ന അവസാനം എത്തുമ്പോ എന്താണ്? നിക്കെന്ന് പറയണം. അപ്പൊ നിൽക്കുമ്പോഴുള്ള വെലോസിറ്റി എന്താ? 0 അല്ലെ? അതിനെ നമ്മൾ എന്ത് പറയും? ഫൈനൽ വെലോസിറ്റി എന്ന് പറയും. ഓക്കെ, ഇനി ആക്സിലറേഷൻ തന്നിട്ടുണ്ടല്ലേ? എത്രയാണ്? 8 ആണോ? അല്ലല്ല, -8 ആണ്. കാരണം എന്താ? ഡീസലറേഷൻ നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് -8 ആയിട്ട് എടുക്കും. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ആണ് ചോദിക്കണേ. എന്താണ് ചോദിക്കണേ അവര്? ടൈം. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടൈം. ഹൗ ലോങ് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര സമയം എടുക്കും എന്നാണ് ചോദിക്കണേ. ഞാനൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. ഏതാണ്? A is equal to V minus U by T. A is equal to V minus U by T. ഇതെന്ത് ഇൻഡിക്കേഷൻ ആണ്? ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. നമുക്കിവിടെ A അറിയാം അല്ലേ? -8. V അറിയാം 0. U അറിയാം എത്രയാണ്? 40 ആണ്. ഇനി T മാത്രം കൂടെ അറിയാത്തത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണ്? ഈ ടീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? എനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ T is equal to V minus U by A. ഓക്കെ അല്ലേ? ഇനി ഇതിലോട്ട് ഞാനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, V 0 ആണ്, U 40 ആണ്. ഓക്കെ, A എന്താ? -8 ആണ്. അപ്പൊ ഈ 0 പോയിട്ട് എന്ത് വരും? 0 പോയി കഴിയുമ്പോൾ എന്ത് വരും? T is equal to -40 by -8 വരും അല്ലേ? ഈ മൈനസും കട്ട് ചെയ്ത് പോകും. 8 40 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം. അപ്പൊ ടൈം എത്രയാ? 5 സെക്കൻഡ്. എത്രയാണ്? 5 സെക്കൻഡ്. ഓക്കെ, യൂണിറ്റ് ചെയ്താൽ മറക്കരുതേ. അപ്പൊ ടൈം കിട്ടി എത്ര? 5 സെക്കൻഡ് കിട്ടി. ഓക്കെ, ഇനി ഈ ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദിസ് ടൈം? അപ്പൊ ഈ 5 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ആണുള്ള ഇക്വേഷൻ എന്താ? S is equal to ut plus half at square ആണ്. ഓക്കെ, അപ്പൊ S is equal to u എത്രയാ? u എത്രയാണ്? 40 ആണ്. 40 into 5 പ്ലസ് ഹാഫ് A എത്രയാണ്? -8 കേട്ടാ. -8 into 5ന്റെ സ്ക്വയർ എത്രയാ? 25. ഓക്കെ, അപ്പൊ ഈ 2ഉം ഈ 8ഉം എത്രയാവും? 4 ആവും. ഇവിടെ 1 ആവും. ഓക്കെ, അപ്പൊ 40 into 5 എത്രയാ? 200 ആണ് കേട്ടാ. പ്ലസ് -4 into 25. ഓക്കെ, അപ്പൊ S is equal to 200 പ്ലസ് ആണോ വരാ? ഈ മൈനസ് ഈ പ്ലസ് വരുമ്പോ എന്താവും? മൈനസ് തന്നെ ആവും. -100. എങ്ങനെയായി 100 വന്നേ? 4 into 25 എത്രയാ? 100 ആണ്. അപ്പൊ -4 into 25 -100. അപ്പോ 200 കുറച്ചെടുത്തിട്ട് നമുക്ക് 100 മീറ്റർ. ഓക്കെ, യൂണിറ്റ് ചെയ്താൽ മറക്കരുതേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സെറ്റ് ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇൻ ദ ഫിഗർ ഗിവൻ ബിലോ. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? ഇത് തന്നിരിക്കുന്ന ഫിഗർ. അത് ചോദിച്ചേക്കണേ, എ ചൈൽഡ് ട്രാവൽ ഫ്രം P to S. ഒരു ചൈൽഡ് എന്ത് ചെയ്യാണ്? സഞ്ചരിക്കണം അല്ലെങ്കിൽ പോവുകയാണ്. എവിടുന്ന്? പിയിൽ നിന്ന് എസിലോട്ട് പോവാണ്. ഫിഗറിലേക്ക് നോക്കിയാൽ പിയിൽ നിന്ന് എസിലോട്ട് പോവാണ്. ഓക്കെ,
ത്രൂ ക്യൂ ആൻഡ് ആർ. ഓക്കെ, ആ ചൈൽഡിന് വേണ്ടി എങ്ങനെ പോവാറുന്നു? പിയിൽ നിന്ന് എസ്സിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോവാറുന്നു. പക്ഷെ പോയത് എങ്ങനെയാ? ക്യൂയിൽ പോയി, അത് കഴിഞ്ഞ് ആറിലോട്ട് പോയി, അത് കഴിഞ്ഞിട്ടാണ് ആൾ എങ്ങോട്ട് പോയത്? എസ്സിലോട്ട് പോയത്. കുറച്ച് വളഞ്ഞ വഴിയാണ് പോയേക്കണ. ഓക്കെ, ആൻഡ് കം ബാക്ക് സ്ട്രൈറ്റ് ടു പി. പിയിൽ നിന്ന് പോയി എസ്സിലെത്തി, എസ്സിൽ നിന്ന് തിരിച്ചെവിടെ തന്നെ വന്ന് പിയിലോട്ട് തന്നെ വന്നിട്ട് ആള്. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാണ് ഓൺ റീച്ചിങ് ക്യൂ സ്പീഡ് എത്രയാണ്? ക്യൂവിലെത്തുമ്പോ ചൈൽഡിന്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചേക്കണേ. അപ്പൊ ഞാൻ കാര്യം പറയാം, സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം? ഓക്കെ, ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 60 അല്ലെ? പിയിൽ നിന്ന് ക്യൂവിലെത്താണ് ഡിസ്റ്റൻസ് എത്രയാണ്? 60 മീറ്റർ ആണ്. ബൈ എത്രയാണ് സെക്കൻഡ്? ടൈം എത്രയാ? 10 സെക്കൻഡ് ആണ്. അപ്പൊ 60/10 എത്ര വരും? ഓക്കെ, 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് ക്യൂവിലെത്തുമ്പോഴുള്ള സ്പീഡ് കേട്ടാ. ഇനി അത് കഴിഞ്ഞ് ആറിലെത്തുമ്പോഴുള്ള സ്പീഡ് നോക്കാം. ആറിലെത്തുമ്പോ എത്രയാ? ഡിസ്റ്റൻസ് എത്രയാണ് കവർ ചെയ്ത്? 60 പ്ലസ് 90 അല്ലേ? 60 പ്ലസ് 90 അല്ലേ? ഇവിടെ വരെ എത്തിയില്ല ആള്. ഇവിടെ നിന്ന് ഇവിടെ എത്തി, അത് കഴിഞ്ഞിട്ട് ക്യൂവിൽ നിന്ന് ആറിലോട്ട് എത്തി. അപ്പൊ 60 പ്ലസ് 90 എത്രയാ വരാ? 150. ഓക്കെ, 150 ബൈ ടൈം എത്രയാണ്? 10 സെക്കൻഡ് പ്ലസ് 15 സെക്കൻഡ് എത്രയാണ്? 25 ട്ടാ. 10 പ്ലസ് 15 എത്രയാണ്? 25. അപ്പൊ 150 ബൈ 6 ചെയ്യുമ്പോൾ 25 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും ട്ടാ. അപ്പൊ 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് ആൾക്ക് എവിടെ നിന്നുള്ള സ്പീഡ്? ആറിലെത്തുമ്പോഴുള്ള സ്പീഡ്. 6 ഉദ്ദേശിച്ച് ഈ ആറാണ് ട്ടാ. ഈ ആറിലെത്തുമ്പോഴുള്ള സ്പീഡ് എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി എസ്സിലെത്തുമ്പോഴുള്ള സ്പീഡ് നോക്കാം. എസ്സിലെത്തുമ്പോഴുള്ള സ്പീഡ് നോക്കണമെന്നുണ്ടെങ്കിൽ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കണം. അത് കഴിഞ്ഞ് അവിടത്തുള്ള ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എസ്സിലുള്ള സ്പീഡ് കിട്ടും. അപ്പൊ ടോട്ടൽ 60 പ്ലസ് 90 എത്രയായി? 150 ആയി നേരത്തെ. 150 പ്ലസ് 54. 150 പ്ലസ് 54 എത്ര വരും? 204 ബൈ ടൈം എത്രയാ? 10 പ്ലസ് 15 25 ആണ്. 25 കൂടെ ഒരു 9 കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? 34. ഓക്കെ, 204 ബൈ 34 എത്രയാ വരാ? 6 ട്ടാ. എത്രയാണ്? 6 തന്നെയാണ് വരാ. 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഇനി അത് കഴിഞ്ഞ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ റിട്ടേണിംഗ് ടു പി. പിയിലോട്ട് ആള് തിരിച്ചു വരണം. അപ്പൊ ഇതിലേ പോയി ഇവിടെ എത്തി, അവിടെ തിരിച്ചെവിടൊക്കെ വന്നേ? പിയിലോട്ട് വന്നു. അപ്പൊ ഇത് മൊത്തം ഡിസ്റ്റൻസ് നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം? മൊത്തം ടൈം വെച്ച് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 60 പ്ലസ് 90 പ്ലസ് 54 പ്ലസ് 136. നമുക്ക് ഇത്രയും ചെയ്തപ്പോ 204 കിട്ടി. 204 കൂടി ഒരു 136 കൂടി കൂട്ടുമ്പോ എത്ര വരും? 340 വരും. ഓക്കെ, 340 ബൈ ടോട്ടൽ ടൈം എത്രയാ? ഇവിടെ 34 വന്ന് 34 കൂടി ഒരു 16 കൂടി കൂട്ടുമ്പോ എത്ര വരും? 50 വരും. ഓക്കെ, 340 ബൈ 34 ബൈ 5 ആവും. 34 ബൈ 5 എത്ര വരും? 6.8 ട്ടാ. 6.8 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൾക്ക് എവിടെ എത്തുമ്പോഴുള്ള സ്പീഡ്? തിരിച്ച് പിയിലെത്തുമ്പോഴുള്ള സ്പീഡ്. ഓക്കെ, നമ്മളിപ്പോ എല്ലാ പോയിന്റുകളിലുള്ള സ്പീഡ് കണ്ടുപിടിച്ച് നമുക്ക് ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ട എന്താണ്? വെലോസിറ്റി ആണ്. എല്ലാ പോയിന്റുകളിലുള്ള വെലോസിറ്റി അല്ലെ? നമ്മൾ ചോദിച്ചിട്ടില്ലേ വെലോസിറ്റി? വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂവിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റി എത്രയാ? ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 60 തന്നെ അല്ലേ? 60 ആണ്. 60 ബൈ എത്ര വരും? ടൈം എത്രയാ? 10 തന്നെയാണ്. അത് എത്ര വരും? 6 വരും. 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് ക്യൂവിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റി. അവിടുത്തെ സ്പീഡും വെലോസിറ്റി എന്ത് തന്നെയാണ് മക്കളെ? സെയിം ആണ് ട്ടാ. ഇനി അടുത്തത് 60 പ്ലസ് 90. അങ്ങനെയാണോ നമ്മൾ എടുക്കേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കാൻ പോണേ. ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് സെയിം ആണോ? അല്ല. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ട്ടാ. എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, നേരെയുള്ള ദൂരം.
ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള നേരെയുള്ള ദൂരം എത്രയാണ്? 125. അപ്പൊ 125 ബൈ ടൈം. ടൈമിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ടൈം നമ്മ കറക്റ്റ് ആയിട്ട് നേരത്തെ എടുത്ത പോലെ തന്നെ എടുക്കുക. എത്രയാണ്? 25 വരും. അപ്പൊ 125 ബൈ 25 എത്രയാ? 5 ട്ടാ. 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ മക്കളെ. യൂണിറ്റ് ചെയ്താൽ മറന്നു കഴിഞ്ഞാൽ പകുതി മാർക്ക് അവിടെ പോകും. ഇനി അടുത്തത് ഓൺ റീച്ചിങ് എസ്. എസ്സിലെത്തുമ്പോഴുള്ള വെലോസിറ്റി. എസ്സിലെത്തുമ്പോഴുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്താ? ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? 136 അല്ലെ? 136 ആണ്. ബൈ ടൈം എത്രയാ? 10 പ്ലസ് 15 പ്ലസ് 9 എത്ര വരും? 34 വരും. 136 ബൈ 34 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എത്രയാ? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി പിയിലെത്തുമ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? പിയിൽ നിന്ന് പോയിട്ട് ആളെവിടെ തന്നെ എത്തി? പിയിലെത്തി. പിയിലെത്തിയപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു മൊത്തം? ഡിസ്റ്റൻസ് 60 പ്ലസ് 90 പ്ലസ് 54 പ്ലസ് 136. അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റോ? ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് തുടങ്ങിയിട്ട് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ്. അപ്പൊ 0 ബൈ ടൈം എത്ര തന്നെ വരും? 0. ഓക്കെ, അപ്പൊ 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എവിടെത്താ? പിയിലെത്തുമ്പോ ആ കുട്ടിക്ക് ഉണ്ടാവണം എന്ത്? വെലോസിറ്റി ട്ടാ. ഓക്കെ അല്ലേ ഇത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. ഒരു കല്ല് അമ്മ എന്താ ചെയ്യണേ? വെർട്ടിക്കലി എറിയണം. എവിടേക്ക് എറിയണ്? മേലോട്ട് എറിയണം. ഓക്കെ, വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. എറിയുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട് എന്ത്? -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതെന്താ അങ്ങനെ -10 കാണിച്ചേക്കണേ? ഇവിടെയുള്ള ആക്സിലറേഷൻ എന്താ? ഇവിടെയുള്ള ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. കാരണം കല്ലെങ്കിടാൻ പോണേ മേലോട്ടാണ് പോണത് അല്ലേ? എങ്ങോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്യണത്? മേലോട്ടാണ്. പക്ഷേ ഗ്രാവിറ്റി എങ്ങോട്ടാ വലിക്കണേ കല്ലിനെ? കല്ല് മേലോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റി അടിയിലോട്ട് വലിക്കണം അല്ലേ? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. കല്ല് മേലോട്ട് പോകുന്നു, ഗ്രാവിറ്റി അടിയിലോട്ട് വലിക്കുന്നു കല്ലിനെ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് എന്ത് ഇവിടെ മൈനസ് വന്നത്. അപ്പൊ ഇവിടെ തന്നിക്കണ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് എന്ത്? 20 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് എത്രയാ? -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കേണ്ടത് വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് ദാറ്റ് സ്റ്റോൺ ഹാസ് റീച്ച്ഡ്. നമ്മളിവിടുന്ന് കല്ലെടുത്ത് എറിഞ്ഞ് അത് ഏറ്റവും ഹൈറ്റിലെത്തി. ഓക്കെ, അതിന്റെ മാക്സിമം ഹൈറ്റിലെത്തി. അത് കഴിഞ്ഞിട്ട് തിരിച്ചത് അടിയിലോട്ട് വരൂലേ? കല്ലെറിഞ്ഞ അവിടെ തന്നെ നിൽക്കോ? ഇല്ലല്ല, തിരിച്ചടിയിലോട്ട് വരികയാണ് ചെയ്യുക. അപ്പൊ എന്തോരം ഹൈറ്റിൽ അത് മാക്സിമം എത്തി എന്നാണ് നമ്മുടെ ചോദിക്കണേ. നമുക്ക് നോക്കാം. ഞാൻ എന്ത് ചെയ്യണ്? ഒരു കല്ലെടുത്ത് മേലോട്ട് എറിയണം. അത് ഇവിടെ വരെ എത്തി. ഓക്കെ, ഇവിടെ വരെ എത്തി. അത് കഴിഞ്ഞിട്ട് എന്താണ്? തിരിച്ചടിയിലോട്ട് വരണം. നമുക്കിപ്പോ ഇവിടെ വരെയുള്ള ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ എറിയുമുള്ള വെലോസിറ്റി എത്രയാ? ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ്. ഇനി ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയോ? ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. കാരണം എന്താ? എറിഞ്ഞു കഴിഞ്ഞത് അവിടെ എത്തി. ഓക്കെ, എത്തിക്കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ അത് മേലോട്ട് പോകും ഇല്ല, അടിയിലോട്ട് വരും. അപ്പൊ 0 വെലോസിറ്റി ആയതിനു ശേഷം അത് അടിയിലോട്ട് വരാം. അപ്പൊ ഇവിടുത്തെ v എന്താ? 0 ട്ടാ. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഇനി എന്താ ചോദിച്ചിരിക്കണേ? ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണുന്നത്. ഓക്കെ, ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ എന്താണ്? ടൈം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്? ടൈമും കൂടി കണ്ടുപിടിച്ച് വെക്കേണ്ട. v = u + 80 എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തിട്ടാണ് ഞാൻ ടൈം കണ്ടുപിടിക്കണേ. നമുക്ക് v അറിയാ എത്രയാണ്? 0 ആണ്. u എത്രയാണ്? 20 പ്ലസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എത്രയാ? -10. എത്രയാണ്? -10 t. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? 20 -
10t ആവും. ഈ -10t ഞാൻ എന്ത് ചെയ്യാണ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ -10t = 20 വരും. ഇനി നമുക്ക് ടി അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടീനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യാ, -10t ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും +10t ആവും കേട്ടോ. അപ്പൊ ഈ ടീനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യണം, ബാക്കി എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയ 10 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും ഡിവിഷൻ ആവും. അപ്പൊ 20/10 എത്ര വരും, 2 വരും. അപ്പൊ എത്ര സെക്കൻഡ് ആണ് ടൈം, 2 സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം കിട്ടി എത്രയാണ്, മാക്സിമം ആയിട്ട് എത്ര ടൈം എത്രയാ, 2 സെക്കൻഡ്. ഓക്കെ, നമ്മൾ ടൈം കണ്ടുപിടിച്ചു, 2 സെക്കൻഡ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നില്ലേ ചോദിച്ചത്, അത് മറന്നുപോയാ, ഇല്ലല്ല. ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇക്വേഷൻ എന്താ, S = ut + ½ at² ആണ് അല്ലേ, ആണ്. എസ് കണ്ടുപിടിക്കാനായിട്ട് യുവിനെ വെലോസിറ്റി കൊടുക്കണ, ഇനീഷ്യൽ വെലോസിറ്റി വാല്യൂ കൊടുക്കണ 20 × 2 പ്ലസ് ½ എത്രയാ, -10 ആണ്, × t². ടി എത്രയാണ്, 2 ആണ്. t² എത്രയാവും, 4. ഓക്കെ, അപ്പോ S = 20 × 2 40 പ്ലസ് ½ × -10 × 40 -10 × 4 -40. അപ്പൊ S = 40 പ്ലസ് -40 × 2. ഓക്കെ, അപ്പൊ എന്താ പറയാ, S = 40 പ്ലസ് -1/2 × -40 എത്ര വരും, 1/2 × -40 എത്രയാ വരാ, -40/2 വരും. -40/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -20 കിട്ടും. ആ 20 അവിടെ കൊടുക്കേണ്ട, -20. ഓക്കെ അല്ലേ. അപ്പൊ പ്ലസ് മൈനസ് കൂടി വരുമ്പോൾ എന്ത് വരും, മൈനസ് വരും. അപ്പൊ 40 - 20. S = 40 - 20 എത്ര വരും, 20 മീറ്റർ ആണ് ട്ടാ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, 20 മീറ്റർ. ഓക്കെ, നമുക്ക് അവിടെ എസും കിട്ടി. എസ് എത്രയാണ്, 20 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഹൗ ഫാർ വിൽ ദ സ്റ്റോൺ ട്രാവൽ ഇൻ 3 സെക്കൻഡ്. എത്ര ദൂരം സ്റ്റോൺ സഞ്ചരിക്കുന്നതാണ് 3 സെക്കൻഡിൽ നമ്മ കല്ലെടുത്ത് എറിഞ്ഞ് അത് കഴിഞ്ഞ് 3 സെക്കൻഡിൽ എന്തോരം ദൂരം ആ കല്ല് സഞ്ചരിക്കുന്നതാണ് ചോദിക്കണേ. അപ്പൊ നമുക്കറിയാം 2 സെക്കൻഡിൽ കല്ല് എവിടെ എത്തി, ഏറ്റവും മേലെത്തി ഇല്ലേ. 2 സെക്കൻഡിലല്ലേ കല്ല് ഏറ്റവും മേലെത്തിയത്, എത്തി. ഇനി അവസാനത്തെ 1 സെക്കൻഡിലും കൂടിയുള്ള മൂവ്മെന്റ് നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ. മൊത്തം 3 സെക്കൻഡിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 2 സെക്കൻഡിൽ ആ കല്ല് എവിടെ എത്തി, ഏറ്റവും മേലെത്തി. ഇനി അവസാനത്തെ 1 സെക്കൻഡിന് കൂടി കണ്ടുപിടിച്ചാൽ പോരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ 1 സെക്കൻഡ് എങ്ങനെയായിരിക്കും, 2 സെക്കൻഡിൽ കല്ല് ഇവിടെ എത്തി. ഇനി അവസാനത്തെ 1 സെക്കൻഡിൽ കല്ല് എന്ത് ചെയ്യണം, തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്നല്ലേ തുടങ്ങണേ, ഇവിടെ നിന്നാണ് തുടങ്ങണം. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0-ഉം ഫൈനൽ വെലോസിറ്റി എത്രയാ വരാ, 20 ആണ്. ഓക്കെ, കാരണം എന്താ, ഇവിടെ നിന്നാണ് തുടങ്ങണേ അല്ലെ. കല്ലിലൂടെ എത്തി, 2 സെക്കൻഡിലൂടെ എത്തി. ആ 2 സെക്കൻഡ് നമ്മൾ എന്താണ് കളഞ്ഞ് ലാസ്റ്റ് 1 സെക്കൻഡ് കൂടി നമ്മൾ നോക്കണുള്ളൂ. അപ്പൊ ആ 1 സെക്കൻഡിന് കല്ല് ഇവിടെ തുടങ്ങിയിട്ടാണ് ട്രാവൽ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, S = ut + ½ at² തന്നെയാണ്. u0 ആയതുകൊണ്ട് എന്താവും, u0 ആയതുകൊണ്ട് 0 × 2 എത്രയായി പോകും, 0 ആയി പോകും. അപ്പോ ഈ ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ, പ്ലസ് കഴിഞ്ഞുള്ള ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഞാൻ എഴുതി വെക്കാം കേട്ടോ, ½ at². S = എത്രയാണ്, -10 ആണോ, 10 ആണോ, -10 ആണോ അതോ സാധാ പോസിറ്റീവ് 10 ആണോ, ഒന്നാലോചിച്ചേക്ക്. കാരണം നേരത്തെ എന്തായിരുന്നു, ഒബ്ജക്റ്റ് മേലോട്ട് പോണോണ്ട് ആണ് നെഗറ്റീവ് വന്നതല്ലേ. ഒബ്ജക്റ്റ് മേലോട്ട് പോണ്, ഗ്രാവിറ്റി എന്താ അടിയിലോട്ട് വലിക്കണം, അതുകൊണ്ടാണ് എന്തായത് നെഗറ്റീവ് ആയത് അല്ലേ. ഇവിടെ എന്താ സംഭവിക്കണേ, അവസാനത്തെ 1 സെക്കൻഡിൽ എന്താണ് മാക്സിമം ഹൈറ്റ് എത്തി. ഇനി അതിന് മേലോട്ട് പോകാൻ പറ്റുമോ, ഇല്ല, പോകാൻ പറ്റില്ല. ഇത് അടിയിലോട്ട് വന്നുകൊണ്ടിരിക്കുക, അടിയിലോട്ട് വരെയാണ്, ആക്സിലറേഷനും അടിയിലോട്ട് തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും. അപ്പോ
ഇൻറ്റു പ്ലസ് 10 എഴുതാൻ കേട്ടോ. ടി എത്രയാണ്? 2. 2 അല്ല 1 ആണ് കേട്ടോ. ലാസ്റ്റ് ഒരു സെക്കൻഡിൽ കണ്ടുപിടിക്കണേ 1 ആണ്. അപ്പൊ 10 × 1 എത്രയാ? 1 തന്നെയാണ്. 10/2 5. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 5 മീറ്റർ. അപ്പൊ ഫസ്റ്റത്തെ 2 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് 20ഉം അവസാനത്തെ ഒരു സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 5. അപ്പൊ 20 + 5 ആണ് എന്ത്? 3 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് 25 മീറ്റർ. ഓക്കെ, അത് ഓക്കെ ആയില്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഹൈ വിൽ ബി ദ സ്റ്റോൺ ഫ്രം ദ ഗ്രൗണ്ട് ആഫ്റ്റർ 3 സെക്കൻഡ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്ര ഹൈറ്റിലാണ് ഇപ്പൊ കല്ല് നിൽക്കണേന്ന്? നമ്മ എറിഞ്ഞ കല്ല് 3 സെക്കൻഡ് കഴിയുമ്പോ എത്ര ഹൈറ്റിലാണോ നിൽക്കണേന്ന് ചോദിച്ചേക്കണേ. ഇപ്പൊ കല്ല് ഞാൻ ഇവിടെ നിന്നാണ് എറിഞ്ഞതെന്ന് വിചാരിക്കുക. ഓക്കെ, കല്ല് ഞാൻ ഇവിടെ നിന്ന് എറിഞ്ഞ് അതെവിടെ എത്തി? 2 സെക്കൻഡിൽ മേലെത്തി. അവസാനത്തെ 1 സെക്കൻഡിൽ 5 താഴത്തോട്ട് വന്നു അല്ലെ? 2 സെക്കൻഡിൽ 20 ദൂരം സഞ്ചരിച്ച് അവസാനത്തെ 1 സെക്കൻഡിലോ 5 മീറ്റർ താഴോട്ട് വന്നില്ലേ? അപ്പൊ 20ന്ന് 5 കുറച്ചേക്ക് എന്ത് കിട്ടും? ഇപ്പൊ നിക്കണ സ്ഥലം കിട്ടൂലേ? 20ന്ന് 5 കുറച്ച ഇപ്പൊ നിക്കണ സ്ഥലം കിട്ടൂലേ? എത്രയാണ്? 15. 25 കുറച്ച എത്രയാ? 15. അപ്പൊ മൂന്നാമത്തെ ദിവസം ആൻസർ എന്താ? 15 മീറ്റർ. അപ്പോൾ നമ്മുടെ ഓൺ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനേക്കാൾ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ എന്ത് ചെയ്യുക? മാക്സിമം ആ വീഡിയോസ് ഒക്കെ കാണാം, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഓൺ എക്സാം നന്നായിട്ട് എഴുതാം കേട്ടോ. എല്ലാവർക്കും എൻ്റെ വക ഒരു ഓൾ ദി ബെസ്റ്റ്.